ശരി, എന്നോട് അത് ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ. ഇത് ആക്ച്വലി നമ്മൾ ആടിനകത്ത് ഐറ്റം സോങ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. നമ്മൾ ഫാമിലി സിനിമ ആയതുകൊണ്ട് നമ്മളൊരു ഡാൻസ് സെറ്റ് ചെയ്യും, ഒരു എന്റർടൈൻമെന്റ് ഡാൻസ്. കഴിഞ്ഞ പ്രാവശ്യം നിക്കോളും സോണലുമാണ് കളിച്ചത്. അതങ്ങനെ ഒരു ഐറ്റം സോങ് പരിപാടിയായിട്ടില്ല. നമ്മളൊരു നന്നായി ഒരു ഹെവി ഡാൻസ് ചിത്രീകരിക്കുക, ആ സോങ് എന്റർടൈൻമെന്റ് ആകുക എന്നുള്ളതാണ് നമ്മുടെ മുഖമുദ്ര. കാരണം ഒരിക്കലും നമുക്കൊരു ഐറ്റം സോങ് വെച്ചിട്ട് നമുക്ക് യു സർട്ടിഫിക്കേഷൻ കിട്ടില്ല. അത് സെൻസർ ബോർഡിന്റെ പാരാമീറ്റേഴ്സിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പൊ ഇതിനകത്ത് നമ്മളൊരു ഡാൻസ് ആണ് ആക്ച്വലി എല്ലാ ആടിലും നമ്മൾ പാടിറ്റു മുതൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഞാൻ രാവിലെ ഒരു ദിവസം കണ്ണു തുറന്ന് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ നിഖില ഐറ്റം ഡാൻസ് കളിക്കുന്നു എന്ന് പറഞ്ഞ് വലിയ വാർത്ത. അപ്പോൾ എന്നോട് ഡയറക്ടർമാർ സുഹൃത്തുക്കൾ തന്നെ 1-2 പേര് ചോദിച്ചു, നിഖില ഡാൻസ് കളിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളിതൊന്നും അറിയാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണ്. നിഖിലനോട് ചോദിച്ചപ്പോൾ നിഖില അന്ന് ആ പടം വരട്ടെ പറയാമെന്ന് പറഞ്ഞു ചോദിച്ചു. ആക്ച്വലി നിഖിലയുടെ ഐറ്റം ഡാൻസ് ഒന്നും ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ ഇല്ല. നമുക്ക് ഡാൻസ് ഉണ്ട്, അത് ഈ പറഞ്ഞ പോലെ ഒരു ആൾ വന്ന് നമുക്ക് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് നിഖില അല്ല. എന്താന്ന് വെച്ചാൽ ഒരു സിറ്റുവേഷന് അനുയോജ്യമായിട്ടുള്ള കോസ്റ്റ്യൂം ഇട്ടിട്ടല്ലേ ഡാൻസ്. ഇപ്പം ഒരു കൊള്ള സംഗീതത്തിൽ ഡാൻസ് കളിക്കുമ്പോൾ ഭരതനാട്യത്തിന്റെ ഡ്രസ്സ് ഇട്ട് കളിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഈ സിനിമയിലെ കഥാപരമായിട്ട് എങ്ങനെയാണോ അത് ചിത്രീകരിക്കേണ്ടത് അങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്. അതിനെ ഐറ്റം ഡാൻസ് എന്നൊന്നും വിശേഷിപ്പിക്കാനായിട്ട് ഞങ്ങളില്ല. അത് നല്ല ഹെവി ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഇതിനകത്തുണ്ട്. അത് ആ ക്യാരക്ടർ അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ അനുയോജ്യമായിട്ട് എങ്ങനെയാണോ ചിത്രീകരിക്കേണ്ടത്, എന്ത് കോസ്റ്റ്യൂമാണോ വേണ്ടത്, അതാണ്. മാത്രമല്ല ഇനി അടുത്ത് നമ്മുടെ പ്രൊമോഷൻ മെറ്റീരിയൽ വരാൻ പോകുന്നത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന പോലെ തന്നെ സോങ് ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കാണാമല്ലോ. അറിയില്ല ചേടാ, ഇത് വെച്ച് കണ്ടോ, എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ കൂടിയാ മതി. ഇത് തന്നെ വെച്ച് കണ്ടോ, ക്ലിയർ ആവില്ല. അതാ പ്രശ്നം. ആടെന്ന് പറയുന്ന ഒരു മാസ് ഫിലിമാണ്. അപ്പം എല്ലാ ഒരു മാസ് വൈഡ് റിലീസാണ് ഉണ്ടാവുക. എല്ലാ തിയേറ്ററിലും അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടാവും. പിന്നെ അത് നാളെ ഒന്നാമത്തെ കോസ്റ്റ് കൂടുതലാണ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഭാഗം 3Dയിലൊക്കെ ഷൂട്ട് ചെയ്യാം. പിന്നെ അത് ഞങ്ങളൊന്ന് ഡിബേറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഫ്രാഞ്ചൈസി ഇങ്ങനെ ആയിരുന്നു, ഇനിയും ഇതിൻ്റെ ഭാഗങ്ങളുണ്ട്, സ്പിൻ ഓഫ്സ് വരാം, പല പല കാര്യങ്ങൾ ആടിന് റിലേറ്റഡ് ആയിട്ട് വരാം. അപ്പം അതെല്ലാം ഇത് ഒരെണ്ണം 3D ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്യൂച്ചറിസ്റ്റിക്കലി എല്ലാം അങ്ങനെ തന്നെ പോകേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെയാണ്. നാളെ ഇതിൻ്റെ ഒരു സ്പിൻ ഓഫോ എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ഇത് 3Dയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഒരുപാട് ഇതിനകത്ത് ഒരുപാട് നേരത്തെ മൃദം പറഞ്ഞ പോലെ ഒരുപാട് ഇംപ്രവൈസേഷൻ. നിങ്ങൾ ആട് 2-ലും 1-ലും ചിരിച്ചിട്ടുള്ള പല ഹ്യൂമറുകളും അതിന്റെ കോൺട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് ആക്ടേഴ്സിന്റെ കയ്യിൽ നിന്നാണ്. അത് ആടിൽ നമ്മൾ വിതിൻ ആ ഫ്രീഡം എല്ലാവർക്കും കൊടുക്കാറുണ്ട്. കോൺട്രിബ്യൂഷൻസ് ആ വെൽക്കം. പക്ഷേ നേരത്തെ പറഞ്ഞാൽ ആട് 3 എന്ന് പറയുന്നത് ഓൾറെഡി സ്ക്രിപ്റ്റ് ലെങ്ത് കൂടുതലാണ്. നമുക്കറിയാം ലെങ്ത് കൂടുതലാണ്. 100 സീൻ ഉണ്ടെങ്കിൽ ഒരു സീനിൽ 1 മിനിറ്റ് വെച്ച് ഇംപ്രവൈസേഷൻ കയറുമ്പോൾ തന്നെ 100 മിനിറ്റ് കൂടുന്നു. നമുക്ക് തിയേറ്ററിൽ വരുമ്പോൾ ഇതിന് എടുക്കാനുള്ള ഒരു ലിമിറ്റ് ഉണ്ട്. അതുകൊണ്ട് പല കാര്യങ്ങളും നമുക്ക് അങ്ങനെയാണ് ഡിബേറ്റ് ചെയ്യുന്നത്. മോശമായതുകൊണ്ടല്ല, ആക്ടേഴ്സ് പറയുന്ന ചില സജഷൻസ് ഒക്കെ ബ്രില്യൻ്റ് ആണ്. പക്ഷേ ഒന്ന് നമുക്ക് നേരത്തെ പറഞ്ഞുള്ള ഓരോ ഏജ് ഗ്രൂപ്പിനെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഇപ്പം ഇന്ന് ഒരു 15 വയസ്സുള്ള കുട്ടി സംസാരിക്കുന്ന ഭാഷ അല്ലെങ്കിൽ അവർ എൻജോയ് ചെയ്യുന്ന കോമഡിയുടെ പാറ്റേൺ വേറെയാണ് അവരുടെ. എന്നാൽ 60 വയസ്സ് ഉള്ള ഒരു മുതിർന്ന സിറ്റിസൺ സംസാരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഹ്യൂമർ വേറെയാണ്. ആടിൻ്റെ ഓഡിയൻസ് ഇത് രണ്ടുമാണ്. 15 വയസ്സും 60 വയസ്സും 70 വയസ്സും. അപ്പൊ അവർക്കും മനസ്സിലാവണം. അപ്പൊ ആ ഒരു ബാലൻസിങ് ആക്ട് കൊണ്ടുവരിക. അതിനോടൊപ്പം തന്നെ ആട് 3 ശക്തമായ ഒരു സ്റ്റോറി ഉണ്ട്. ഇപ്പൊ ആട് 1-ല് നീലക്കൊടുവേലിൽ പുറകെ പോയി, ഇതില് ആട് അല്ലെങ്കിൽ കമ്മട്ടത്തിന്റെ പുറകെ പോയി. ഇതിൽ കുറച്ചും കൂടെ ഈ 2 ടൈം ലൈൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു സമയവും ആ സ്റ്റോറി എസ്റ്റാബ്ലിഷ്മെന്റ് അതും ഞങ്ങൾക്ക് വേണം. അപ്പൊ അതുകൊണ്ടാണ് കോമഡികൾ ഡിബേറ്റ് ചെയ്ത് അതിൽ ആ ബാലൻസിങ് ആക്ട് ചെയ്ത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് പോയിക്കൊണ്ടിരുന്നത്. എത്ര നാളത്തേക്ക് ഒരു ആർട്ടിസ്റ്റ് നമുക്ക് വേണ്ടി നേരത്തെ പറഞ്ഞ
ഒരാർട്ടിസ്റ്റിന് എത്ര സമയം നമുക്ക് വേണ്ടി ഷൂട്ടിന് മുമ്പ് തന്നെ തയ്യാറെടുക്കും? ഇതിൽ ഇപ്പം നമ്മൾ പാസ്റ്റ് ടൈമിലാണ് ആദ്യം ഷൂട്ട് ചെയ്തത്. അപ്പോൾ എല്ലാവരും പഴയ കാലഘട്ടത്തിൽ നമ്മൾ ആ ട്രെയിലറിൽ കണ്ട രാജാവിൻ്റെയും ആ ലുക്കുകളിലാണ്. അപ്പോൾ അത് തന്നെ ചിത്രീകരണം ഏകദേശം ഒരു 4-5 മാസത്തോളം പോയി. അപ്പോൾ അത്രയും കാലം അവരെ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വന്നു. പിന്നെ നമ്മൾ അത് ബ്രേക്ക് ചെയ്തിട്ട് പ്രസന്റ് ടൈമിലേക്ക് വന്നപ്പോഴത്തേക്കും എല്ലാവരും ഗെറ്റപ്പുകൾ പിടിച്ചു. അപ്പോൾ അത് കുഴപ്പമില്ലായിരുന്നു, കാരണം നമ്മുടെ കണ്ടിന്യൂറ്റി ഗെറ്റപ്പാണല്ലോ. പക്ഷേ മറ്റേ കാലം ഇവർ ഈ ലുക്കും വെച്ച് ഒരുപാട് കാലം അത് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കേണ്ടതായിട്ട് വന്നു. ബേസിക്കലി ഒരു 4-5 മാസം ഒരു ലുക്കിൽ തന്നെ നടക്കേണ്ടി വന്നിട്ടുണ്ട് ആ പാസ്റ്റ് ടൈമിൽ എൻ്റെ ഒരു ലുക്കിൽ. ഒരു ഒറിജിനൽ സാധനം കീപ്പ് ചെയ്തുകൊണ്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ഷനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ചില ഇടങ്ങളിൽ സീൻ എലിവേഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ ട്രെയിലറിൽ കേട്ട പോലുള്ള ചില ചെറിയ ട്വീക്കിങ്ങൾ, മൊത്തത്തിലൊരു റീമിക്സ് പരിപാടിയിലേക്ക് നമ്മൾ പോയിട്ടില്ല. ചില ട്വീക്കിങ്ങൾ മാത്രം നമ്മൾ വരുത്തുന്നുണ്ട്. അതുള്ളൂ. അത് അത്രയും ക്യാരക്ടേഴ്സിനെ ചുരുങ്ങിയ സമയത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത്.